Causes for the current stagnation of agriculture in Kerala. കേരളത്തിലെ കാർഷിക മേഖലയുടെ മുരടിപ്പിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ കറന്റ് ഇഷ്യൂസ് ഇൻ കേരള അഗ്രികൾച്ചർ. കേരള കാർഷിക മേഖല പ്രധാനമായി നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തെല്ലാമാണ്? The agriculture sector of the state is passing through a stage of stagnation. The following current issues in agriculture are the consequences of this agricultural stagnation. നമ്മുടെ കാർഷിക മേഖല കടന്നു പോകുന്നത് ഒരു മുരടിപ്പിന്റെ കാലഘട്ടത്തിലൂടെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. Kerala has been one of the deficit states in India in the matter of food grain production. The chief food of the people of Kerala is rice. There has been a decrease in the production of rice in Kerala in recent times. In the year 2001-2, the production of rice in Kerala was 0.72 million tons. It declined to 0.63 million tons in 2005-6. This trend of a fall in the production of rice has resulted in a food crisis in Kerala. നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ കാലത്തും കേരളം എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യത്തിന്റെ കേസിൽ ഒരു ഡെഫിസിറ്റ് ആണ്, കമ്മി രാജ്യമാണ്, കമ്മിയ സംസ്ഥാനമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യ വസ്തു എന്ന് പറഞ്ഞ അരിയാണ്, നമുക്കറിയാം. അതിന്റെ ഉൽപാദനത്തിൽ പോലും കേരളത്തിൽ അടുത്ത കാലങ്ങളിൽ വളരെയധികം കുറവുണ്ടായിട്ടുണ്ട്. 2002 നെല്ലുൽപാദനം 0.72 മില്യൺ ടൺ ആയിരുന്നെങ്കിൽ അത് 2006 എത്തുമ്പോൾ 0.63 മില്യൺ ടൺ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുറവുകൾ കേരളത്തെ സംബന്ധിച്ച് ഫുഡ് ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്, ഭക്ഷ്യ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. Now let us find out what are the factors which contribute to the food crisis in Kerala. ഇങ്ങനെ ഭക്ഷ്യധാന്യത്തിന്റെ ക്രൈസിസ് ഉണ്ടാകാൻ, കുറവുണ്ടാകാൻ ഉള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിക്രീസ് ഇൻ ദി ഏരിയ അണ്ടർ റൈസ് കൾട്ടിവേഷൻ. നെല്ല് അല്ലെങ്കിൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയയിൽ ഉണ്ടായ കുറവ്. Generally speaking, the cultivation of rice in Kerala become expensive and unprofitable. Farmers were forced to convert their lands from the highly labor-intensive food crops to cash crops. Besides, there are many farmers in Kerala who keep the land uncultivated, as rice cultivation has become an unprofitable business. In 2001-2, the area under rice cultivation was 0.32 million hectares. It declined to 0.28 million hectares in 2005-6. The decrease in the area under cultivation resulted in a decrease in the production of rice in this stage. നമ്മുടെ അരിയുടെ അല്ലെങ്കിൽ നെല്ലിന്റെ ഉൽപാദനത്തിൽ കുറവുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയ വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നാണ്. കാരണം കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നെല്ല് ഉൽപാദനം എന്ന് പറയുന്നത് വളരെയധികം ചിലവേറിയതും ലാഭകരമല്ലാത്തതുമാണ്. ലാഭകരമായ ഒരു കൃഷിയല്ല നെല്ലെന്ന് പറയുന്നത്. അപ്പം കൃഷിക്കാരെ സംബന്ധിച്ച് തങ്ങളുടെ നെല്ല് കൃഷി ലാഭകരമല്ലാത്തത് കൊണ്ട് അവർ നെല്ല് ഉൽപാദനം എന്തിലേക്ക് മാറുന്നു? നാണ്യ വിളകളിലേക്ക് അവർ മാറുകയാണ്. അതുപോലെ ഒരുപാട് ഫാർമേഴ്സ് കേരളത്തിൽ അവരുടെ ഭൂമി കൃഷി ചെയ്യാതെ വെറുതെ ഇട്ടിരിക്കുക. കാരണം എന്താണ്? നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ലാഭത്തെക്കാളും നഷ്ടമുണ്ടാകും. 2001-2002 കേരളത്തില് നെല്ല് കൃഷി ചെയ്ത ഏരിയ 0.32 മില്യൺ ഹെക്ടേഴ്സ് ആയിരുന്നെങ്കിൽ 2005-2006 അത് 0.28 മില്യൺ ഹെക്ടേഴ്സ് ആയിട്ട് കുറഞ്ഞു. ഇതുപോലെ ഏരിയ കൃഷി ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ അളവ് കുറഞ്ഞപ്പോൾ അത് തീർച്ചയായും നെല്ലിന്റെ ഉൽപാദനത്തിൽ കുറവുണ്ടാക്കി, അത് യാതൊരു സംശയവുമില്ല. 2, എമർജൻസ് ഓഫ് ഹോംസ്റ്റെഡ് കൾട്ടിവേഷൻ ആണ്. A system of homestead cultivation emerged among the majority of the farmers in Kerala. Accordingly, a farmer cultivates whatever he wants for self-consumption in his relatively small homestead. This made
the modern and scientific methods of cultivation impossible. This also adversely affected the production of rice. മറ്റൊന്ന് കേരളത്തിലെ ഒരു രീതി എന്ന് പറയുന്നത് അവനവന്റെ പുരയിടത്തിലുള്ള തൊടിയിൽ മാത്രം സ്വന്തം ആവശ്യത്തിനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് എന്താണോ ആവശ്യം അത് അതിന് മാത്രമായിട്ട് ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്താണ് ഈ പറയുന്ന ശാസ്ത്രീയമായ രീതികളോ ആധുനിക രീതിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് തന്നെ എന്താണ് കാർഷിക ഉൽപാദനം കുറയാൻ കാരണമായിട്ടുണ്ട്. തേർഡ് വൺ, ഇമ്പോസിബിലിറ്റി ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. വൻകിട ഉൽപാദനം കേരളത്തിൽ അസാധ്യമാണ്. The successful implementation of land reforms followed by subdivision and fragmentation of arable lands made the majority of the land holding small, usually less than 1 acre. This makes modern large scale cultivation impossible. കേരളത്തിൽ എന്താണ് ഈ വൻകിട ഉൽപാദനം നടക്കുകയില്ല. കാരണം ലാൻഡ് റിഫോംസ് തുടർന്ന് നമ്മുടെ കൃഷിഭൂമികളൊക്കെ തുണ്ടായി മുറിച്ചു പോയിരിക്കുന്നു, ചെറിയ തുണ്ടുകളായി മാറ്റിയിരിക്കുന്നു. ഒരേക്കർ താഴെയുള്ള ചെറിയ കഷ്ണങ്ങളാണ്. അവിടെ എന്ത് നടക്കില്ല, ഒരു ആധുനിക കൃഷി രീതിയിലൂടെ സാധ്യമല്ല. മറ്റൊന്ന് ആരബിൾ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചർ പർപ്പസസ്. കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അത് വർദ്ധിച്ചു വരിക കേരളത്തിൽ. The inflow of Gulf money raised the land value in Kerala. The relatively low return from paddy cultivation forced the farmers to sell their land to real estate developers at high prices. This trend of the conversion of arable land for non-agricultural purposes contributed to the stagnation of agricultural production. മറ്റു പ്രധാനപ്പെട്ട സംഗതി കാർഷികേതര ആവശ്യങ്ങൾ കൃഷി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഗൾഫ് മണിയുടെ കടന്നുവരവോടുകൂടി കേരളത്തിലെ ഭൂമിയുടെ വില ക്രമാതീതമായി കൂടിയിട്ടുണ്ട്. നമുക്കറിയാം, നെല്ല് ഉൽപാദനത്തിന് ലഭിക്കുന്ന പ്രതിഫലം കുറവാണ്, അല്ലെങ്കിൽ വരുമാനം കുറവാണ്, നഷ്ടകരമാണ്. അതുകൊണ്ട് തന്നെ ഫാർമേഴ്സ് എന്ത് ചെയ്യുന്നു, തങ്ങളുടെ ഭൂമി ഉയർന്ന വിലയ്ക്ക് റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ വിൽക്കുകയും. അപ്പോ കൃഷിഭൂമി എന്തായി മാറുന്നു, കാർഷികേതര ഭൂമിയായി മാറുന്നു. അത് കേരളത്തില് പ്രത്യേകിച്ച് നെല്ല് കൃഷിയുടെ തകർച്ചയിലേക്ക് നയിക്കുന്നു. അത് കാർഷിക സ്റ്റാഗ്നേഷനിലേക്ക് നയിക്കുന്നു. മറ്റൊന്ന് ഇനാഡിക്വേറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റിയാണ്. നമ്മുടെ ജലസേചന സൗകര്യങ്ങൾ പര്യാപ്തമല്ല. കൺസിഡറിംഗ് ദ ടോട്ടൽ ക്രോപ്ഡ് ഏരിയ ഓഫ് ദി സ്റ്റേറ്റ്, the proportion of irrigated area is less than 15% in the 5-year plans. കേവലം നമ്മുടെ മൊത്തം നെല്ല് കൃഷി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റിലെ കൃഷി എടുക്കുകയാണെങ്കിൽ അവിടെ ജലസേചന സൗകര്യമുള്ളത് 15% മാത്രമാണ്. So due importance was not given for the development of irrigation in this state. The negligence of irrigation in this state made the agriculture sector weak and poor. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ജലസേചന സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള താല്പര്യം ഗവൺമെന്റ് ഉണ്ടാവുന്നത്, ഗവൺമെന്റ് ഭാഗത്ത് അങ്ങനെ താല്പര്യമില്ല. അപ്പൊ പരിപൂർണമായ കാർഷിക മേഖലയെ അവർ അവഗണിക്കുകയാണ്. അപ്പൊ അത് തന്നെ നമ്മുടെ കാർഷിക മേഖലയുടെ ദയനീയ സ്ഥിതിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ അതപ്പന്റെ കാരണമായി നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, അഗ്രികൾച്ചർ ഇൻഡെറ്റഡ്നെസ്. കാർഷിക കടമാണ് അഗ്രികൾച്ചറൽ ഇൻഡെറ്റഡ്നെസ്. The debts of Indian farmers sometimes lead to death of some among them, and Kerala is not an exception. Agriculture in India is often contributed as gambling with monsoons. Failure of these monsoons, together with the lack of better prices, exploitation middlemen, etc., have been leading to suicides committed by farmers across India. Most of the farmers in Kerala are marginal and small farmers. Crop failure due to instability of the monsoons create problems. Farmers become unable to repay the loans. According to 15/9 survey of the NSS conducted in 2003, the rural indebtedness in Kerala was as high as 64.6% as against 48.6% at the national level. ഇവിടെ കാർഷിക കടബാധ്യതകളാണ്. ഇന്ത്യൻ ഫാർമേഴ്സിന്റെ കടങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് അവരുടെ മരണത്തിലേക്കും ആത്മഹത്യയിലേക്ക് നയിക്കുകയും. അത് കേരളവുമായി വിഭിന്നമൊന്നുമല്ല. ഇതൊരു മൺസൂണുമായിട്ട് ഒരു ഗാംബ്ലിംഗ് ആയിട്ട് കാണാം കൃഷിയെ. കാരണം മൺസൂൺ പോയാൽ കൃഷി പോയി. പിന്നെ എന്താണ്, പലപ്പോഴും നമ്മുടെ നല്ല കാലാവസ്ഥ ലഭിക്കുന്നില്ല, നല്ല മഴ ലഭിക്കുന്നില്ല, നല്ല പ്രൈസ് ലഭിക്കുന്നില്ല, മധ്യവർത്തികളുടെ ചൂഷണം, ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് ആളുകളെ കടക്കിടയിലായി ആളുകൾ കൂട്ടത്തോടെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും വയനാട്ടിലും പാലക്കാടും ഇടുക്കിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് ചെറുകിട കർഷകർ, മാർജിനൽ, ചെറിയ ഓടുന്നുണ്ട്, അല്ലെങ്കിൽ 1 ഏക്കർ താഴെ ഭൂമിയുള്ള ഒരുപാട് കർഷകരുണ്ട്. അപ്പൊ വിളനാശം വരുമ്പോൾ എന്താ സംഭവിക്കുക? അതുപോലെ മൺസൂണിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ അടുത്ത് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, ആത്മഹത്യയിലേക്ക് പോകും.
അപ്പോൾ 59ാമത് സർവേ NSSന്റെ സർവേ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ സർവേ പ്രകാരം 2003 കണ്ടക്ട് ചെയ്തതാണ്. കേരളത്തിലെ ഗ്രാമീണ കടബാധ്യത കേരളത്തിൽ 64.6%. ദേശീയ തലത്തിൽ കേരളത്തിൽ ഉള്ളൂ 42.6% മാത്രമേ. അപ്പൊ കേരളത്തിലെ ഗ്രാമീണ തലം എടുത്താൽ പോലും അവിടെയും കടബാധ്യത വളരെ കൂടുതലാണെന്നാണ് കണ്ടുപിടിക്കുക. According to the Economic Review 2007, the rate of farmers suicide in Kerala has fallen dramatically on account of the debt relief commission set up by the government. നമുക്കറിയാം കേരളത്തില് 2007 എന്താണ് ഇക്കണോമിക് റിവ്യൂവിൽ വെളിപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ കടബാധ്യതയും മരണമൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു. കാരണം എന്താണ്, കടാശ്വാസ കമ്മീഷൻ രൂപീകരിച്ചതോടുകൂടി. So the setting up of the debt relief commission was commissioned by state government, and waiving of agricultural loans by the central government brought a substantial calm to the distressed peasantry. ഇപ്പൊ കേരളത്തിലുള്ള താഴെക്കിടയിലുള്ള ചെറുകിട കർഷകരെ സംബന്ധിച്ച് ഈ കടാശ്വാസ കമ്മീഷനും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ കടാശ്വാസ പദ്ധതികളൊക്കെ തന്നെ ഒരു പരിധിവരെ ആശ്വാസം നൽകിയിട്ടുണ്ട്. മുന്നോട്ടൊരു പ്രതീക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.